ഡൽഹിയിലെ CJP സമരത്തിന് ചരിത്ര വിജയം. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിനെ തുടർന്ന് പ്രഹ്ലാദ് ജോഷിക്ക് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല നൽകി. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്ക് പിന്നാലെ CJP പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ മറ്റ് ആവശ്യങ്ങളും കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. ഇതോടെ ജന്തർ മന്ദറിലെ സമരം അവസാനിപ്പിച്ച് CJP പ്രതിഷേധക്കാരോട് പിരിഞ്ഞു പോകാൻ ആഹ്വാനം നൽകി. 4 ആഴ്ചകൾക്ക് ശേഷം കേന്ദ്രവുമായി വീണ്ടും ഒരു യോഗം ചേർന്ന് നടപ്പാക്കിയ തീരുമാനങ്ങൾ അവലോകനം ചെയ്യുമെന്നും CJP നേതാക്കൾ വ്യക്തമാക്കി. മനു ഭരത് ചേരുന്നുണ്ട് കൂടുതൽ വിശദീകരണങ്ങളുമായി. മനു, ഇപ്പോൾ CJPയുടെ സമരം അത് പൂർണ്ണമായി വിജയിച്ചിരിക്കുന്നു എങ്കിലും ഇത് പിന്തുടരും, ഇതിൽ കൂടുതൽ അപ്ഡേഷനുകൾ CJP പിന്തുടരുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇനിയും യോഗം ചേരും, അവലോകനം ചെയ്യുമെന്ന് പറയുമ്പോൾ CJP ഇനിയും കാര്യങ്ങൾ പിന്തുടരുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോഴും പുറത്തുവരുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് ചില സമഗ്ര പരിഷ്കാരങ്ങൾ വേണം എന്ന ആവശ്യം ഈ വിദ്യാർത്ഥികൾ, പ്രക്ഷോഭകാരികൾ മുന്നോട്ട് വച്ചിരുന്നു. അത് സംബന്ധിച്ച് കേന്ദ്രം ചില ഉറപ്പുകൾ നൽകിയിട്ടുണ്ട്. പരീക്ഷാ പുനഃക്രമീകരണവും തുടങ്ങിയ കാര്യങ്ങളിൽ അത് മായി ബന്ധപ്പെട്ട നടപടികളുടെ ഒരു അവലോകനം അടുത്ത് ഉണ്ടാകും. അത് 4 ആഴ്ചകൾക്ക് ശേഷം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ CJP നേതാക്കൾ അറിയിക്കുന്നത്. അതിനായി വീണ്ടും ഈ കേന്ദ്രമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തും. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ തുടർ നടപടികളെ സംബന്ധിച്ചുള്ളൊരു അവലോകനവും അപ്പോൾ ഉണ്ടാകും എന്ന് CJP പറയുന്നു. പക്ഷേ ഏറ്റവും സുപ്രധാനമായ കാര്യം, ധർമ്മേന്ദ്ര പ്രധാൻ എന്ന ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രി ഈ സമ്മർദ്ദത്തെ തുടർന്ന് രാജിവെച്ചിരിക്കുന്നു. രാജ്യവ്യാപകമായ പ്രക്ഷോഭം ഉണ്ടാകും എന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം രാജി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത്. തുടർന്ന് രാജി പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് പ്രഹ്ലാദ് ജോഷിയെ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതല കൂടി നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. പ്രഹ്ലാദ് ജോഷി നമുക്ക് മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി ജയിക്കുന്ന ഒരു BJP നേതാവാണ്. കർണാടകയുടെ BJP ജനറൽ സെക്രട്ടറിയും പിന്നീട് അധ്യക്ഷനുമൊക്കെ ആയി 2013 അവിടെ അധ്യക്ഷനൊക്കെ ആയി ചുമതലയേറ്റിട്ടുള്ള BJPയുടെ സമുന്നതനായ നേതാവാണ്. അതിനപ്പുറത്തേക്ക് RSS ലോയലിസ്റ്റ് എന്നാണ് അദ്ദേഹത്തെ പൊതുവെ ഇംഗ്ലീഷ് മാധ്യമങ്ങൾ ഒക്കെ വിശേഷിപ്പിക്കുന്നത്. ആ നിലയ്ക്ക് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ RSSുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും RSSൻ്റെ ചുമതലകളിലൊക്കെ ഇരിക്കുകയും ചെയ്ത് പിന്നീട് BJPയിലും സജീവമായ നേതാവാണ് പ്രഹ്ലാദ് ജോഷി. മാത്രവുമല്ല, പല സുപ്രധാന വകുപ്പുകളും അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഈ കൽക്കരി വകുപ്പ്, അതുപോലെ ക്ലീൻ ആൻഡ് റിന്യൂവബിൾ എനർജി, പാർലമെൻ്ററി കാര്യ തുടങ്ങിയ വളരെ സുപ്രധാനമായ വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. കർണാടകയിൽ വലിയ തോതിൽ ചില BJPക്കകത്ത് ചില അന്തർസംഘർഷങ്ങളൊക്കെ ഉണ്ടായ സാഹചര്യത്തിൽ പാർട്ടിയെ വീണ്ടും ഏകോപിപ്പിക്കുന്നതിനൊക്കെയുള്ള ചുമതല ഏറ്റെടുക്കുകയും അത് വളരെ കാര്യക്ഷമമായി നടപ്പിലാക്കുകയും ചെയ്തിട്ടുള്ള ഒരു നേതാവാണ്. കൂടുതൽ ഹൈപ്പിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ വളരെ കൃത്യമായി ചിട്ടയോടുകൂടി ചെയ്യുക എന്നതിന് എപ്പോഴും അംഗീകാരം നേടിയിട്ടുള്ള നേതാവാണ്. അങ്ങനെ RSSന് വളരെ പ്രിയപ്പെട്ടതും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അതുപോലെ അമിത്ഷായ്ക്കൊക്കെ ഒരേപോലെ അംഗീകരിക്കാൻ കഴിയുന്നൊരു വ്യക്തിത്വം എന്ന നിലയിൽ എപ്പോഴും ശ്രദ്ധേയനായിട്ടുള്ള ആളാണ് പ്രഹ്ലാദ് ജോഷി. അപ്പോൾ പ്രഹ്ലാദ് ജോഷിക്കാണ് ഇപ്പോഴും അദ്ദേഹത്തെ എപ്പോഴും ഈ ട്രബിൾ ഷൂട്ടർ എന്നൊക്കെ തന്നെ പലരും വിശേഷിപ്പിച്ചിട്ടുണ്ട്. കാരണം കർണാടകയിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അത് അതിജീവിച്ചു. അതുപോലെ പല വലിയ വെല്ലുവിളികൾ നേരിടുന്ന വകുപ്പുകൾ ഏറ്റെടുത്ത് കാര്യക്ഷമമായി ചെയ്ത പ്രഹ്ലാദ് ജോഷി ഇപ്പോൾ ഇത്രയും വലിയ രാജ്യവ്യാപക പ്രതിഷേധത്തിനിടയാക്കിയ പരീക്ഷകൾ സംഘടിപ്പിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കൂടി ചുമതലയേറ്റെടുക്കുന്നു. അപ്പോൾ വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് പ്രഹ്ലാദ് ജോഷിയെ ഈ വിഷയം ഏൽപ്പിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് ആളുകൾ പിരിഞ്ഞു പോകണം എന്ന് CJP നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം എല്ലാ ആവശ്യങ്ങളും കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു കഴിഞ്ഞു. മാത്രവുമല്ല, ഈ നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ കുടുംബാംഗങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകുന്നതിനെ സംബന്ധിച്ചുള്ള ധാരണയായിട്ടുണ്ട്. അതുപോലെ ഈ കേസുകൾ, പ്രക്ഷോഭകാരികൾക്കെതിരെ എടുത്തിട്ടുള്ള കേസുകൾ പിൻവലിക്കാം. ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ രേഖകൾ ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ അത് സംബന്ധിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നൊക്കെ CJP നേതാക്കൾ വ്യക്തമാക്കുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ പ്രതിഷേധം അവസാനിപ്പിച്ചു. എല്ലാവർക്കും സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങാം എന്നാണ് നേതാക്കൾ അറിയിക്കുന്നത്. മെട്രോ സ്റ്റേഷനുകൾ നേരത്തെ അടച്ചിട്ടതെല്ലാം തുറന്നിരിക്കുന്നു. ഇപ്പോൾ ഡൽഹിയിൽ ഗതാഗത സംവിധാനമെല്ലാം പുനഃസ്ഥാപിച്ചിരിക്കുന്നു. അവിടെ വീണ്ടും സംഘർഷ സാഹചര്യങ്ങളൊക്കെ ഒഴിവായി ഒരു സമാധാന അന്തരീക്ഷം വന്നിരിക്കുന്നു എന്നതാണ് ഡൽഹിയിലെ ഒരു സാഹചര്യം. ഏതായാലും
4 ആഴ്ചകൾക്ക് ശേഷം വീണ്ടും ഇത് സംബന്ധിച്ച ചർച്ചകൾ ഉണ്ടാകും എന്ന് വേണം മനസ്സിലാക്കാൻ. ശരി, മനുഭരത്താണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. ഇന്ത്യയിലെ വിദ്യാർത്ഥികളിൽ നിന്നും പ്രതിപക്ഷത്തിൽ നിന്നും സർക്കാരിനുള്ള മുന്നറിയിപ്പാണ് ഡൽഹി പ്രതിഷേധമെന്നും രാഹുൽ ഗാന്ധി. ഇതുവരെ നടത്തിയ രീതി ഇന്ത്യയിൽ ഇനി അനുവദിക്കില്ല. ഈ രാജ്യം ഇന്ത്യയിലെ ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. സർക്കാർ ഇതേ പാതയിലൂടെ മുന്നോട്ട് പോയാൽ ഇപ്പോൾ സംഭവിച്ചത് 10 ഇരട്ടി വലിയ തോതിൽ സംഭവിക്കും. വിദ്യാർത്ഥികൾക്കെതിരെ നടന്ന ആക്രമണത്തിന് അമിത്ഷാ നേരിട്ട് ഉത്തരവാദിയാണെന്നും വിഷയം വീണ്ടും പാർലമെന്റിൽ ഒരു പ്രധാന വിഷയമാക്കും. പ്രധാനമന്ത്രി ക്ഷമാപണം നടത്തണമെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. सबसे पहले ये जो हमारे स्टूडेंट्स हैं इनकी विक्ट्री है, इनकी जीत है, जो हिंदुस्तान का फ्यूचर है। एजुकेशन सिस्टम जो हमारी शान हुआ करती थी, पूरी दुनिया में एक्नॉलेज था कि हिंदुस्तान का एजुकेशन सिस्टम बहुत बढ़िया है। उस पर सालों से आक्रमण हो रहा है, उसको कैप्चर किया जा रहा है, उसको प्राइवेटाइज किया जा रहा है, उस पर रिएक्शन था। बेरोजगारी पर रिएक्शन था, और जो हिंदुस्तान का जो आज हालत है, जो सिचुएशन है, उस पर रिएक्शन था। प्रधान एक सिंबल है, करप्शन का सिंबल, एजुकेशन सिस्टम के डिस्ट्रक्शन का सिंबल, इनकॉम्पिटेंस का सिंबल। കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി രാജ്യത്തെ യുവാക്കളുടെ വിജയമെന്ന് പ്രിയങ്ക ഗാന്ധി. വിദ്യാർത്ഥി യുവജന ക്ഷേമത്തിന് മുന്നിൽ കേന്ദ്ര സർക്കാർ കീഴടങ്ങിയെന്നും പ്രിയങ്ക പറഞ്ഞു. വയനാട് കള്ളാടി സന്ദർശിക്കുകയായിരുന്നു പ്രിയങ്ക ഗാന്ധി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അനിവാര്യമായിരുന്നുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പിടിച്ചു നിൽക്കാൻ ഒരു വഴിയുമില്ലെന്ന നിലയിലെത്തിയപ്പോഴാണ് വൈകിയെങ്കിലും രാജിയുണ്ടായത്. പോരാട്ടവും ആത്മധൈര്യവും ഉയർത്തിയ ഇന്ത്യൻ യുവത്വത്തിന് ബിഗ് സല്യൂട്ട്. ഇനിയും ദിവസവും കുട്ടികളെ തെരുവിലിട്ട് തല്ലിയൊതുക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ശേഷം വന്ന ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി സ്വാഗതം ചെയ്യുന്നുവെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.